ആടുകൾക്ക് വഴികാട്ടാനും സംരക്ഷിക്കുവാനും ഒരു ഇടയൻ അത്യാവശ്യമാണ്. എത്ര അധികം ആടുകൾ ഉണ്ടെങ്കിലും ഇടയൻ ഇല്ലെങ്കിൽ അവ വഴിതെറ്റിപ്പോകും. അഥവാ വിരലിലെണ്ണാവുന്ന ആടുകളെ ഉള്ളൂ എങ്കിൽ പോലും നയിക്കുവാൻ ഒരു വ്യക്തിയില്ല എങ്കിൽ വഴിതെറ്റുവാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിലെ ഉപജീവന മാർഗവും കുലത്തൊഴിലും എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണ്. എത്ര എണ്ണം കന്നുകാലികൾ ഉണ്ടെങ്കിലും മിക്ക ഇടങ്ങളിലും അവയെ നയിക്കുവാൻ ഒരു വ്യക്തി ഇടയനായിട്ടുണ്ടാകും. അവ ഒന്ന് വഴിതെറ്റിയാലോ കൂട്ടം വിട്ടു പോയാലോ വീണു പോയാലോ വഴിയിൽ ഏതെങ്കിലും കുരുക്കുകളിൽ അകപ്പെട്ടാലോ ഈ ഇടയൻ അതെല്ലാം തിരിച്ചറിയുവാനിടയാകും. പക്ഷേ ഇടയൻ എന്ന വ്യക്തിയില്ല എങ്കിൽ അവ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളിൽ അകപ്പെട്ടു എന്ന് വന്നേക്കാം. ഒരു നല്ല ഇടയൻ ഒരിക്കലും തൻ്റെ ശ്രദ്ധ മറ്റൊന്നിലും കേന്ദ്രീകരിക്കാതെ തൻ്റെ സ്വന്തം ആടുകളെ ഒരു ദോഷത്തിലും അകപ്പെടാതെ പരിപാലിക്കുന്ന ആളായിരിക്കും. അവ ഒന്ന് വഴിതെറ്റിപ്പോയാൽ പതുക്കെ തൻ്റെ വടി കൊണ്ട് തട്ടി കൂട്ടത്തോട് ചേർത്ത് നിർത്തും. അവയ്ക്ക് എത്താൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന ആഹാരത്തെ കോലുപയോഗിച്ച് ചായ്ച്ച് താഴോട്ട് ഇറക്കും. അങ്ങനെ അവയ്ക്ക് സുഗമമായി ഭക്ഷിക്കുവാനിടയാകും. ഏതെങ്കിലും വീഴ്ചകളോ മുറിവുകളോ ഉണ്ടായാൽ തന്നെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഒരു കുഞ്ഞിനെ പോലെ തലോടി ആശ്വസിപ്പിക്കും. കാരണം നല്ല ഇടയൻ അവയോട് സ്നേഹവും വാത്സല്യവും ഉള്ളതുപോലെ അവയെ കണ്ടാൽ മനസ്സലിയുകയും ചെയ്യും. യേശു കർത്താവിൻ്റെ കാലത്ത് സാമുദായിക മത നേതാക്കൾ ജനങ്ങളെ ദൈവ വഴിയിൽ നയിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. അതിനാൽ ജനങ്ങൾ ആത്മീയമായി വഴി അറിയാതെയും അനാഥരായും ജീവിച്ചു. പക്ഷേ യേശു കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കേവലം ഒരു കാഴ്ചക്കാരനായി നിൽക്കുകയല്ല ചെയ്തത്. അവരുടെ ശാരീരികവും ആത്മീയവുമായ അവസ്ഥ കണ്ട് മനസ്സലിയുവാനിടയായി. ഗ്രീക്ക് മൂലഭാഷയിൽ മനസ്സലിഞ്ഞു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ആഴത്തിലുള്ള ആന്തരിക വേദനയോടെയുള്ള കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതഭാരങ്ങളാലും പാപത്തിൻ്റെ ആഘാതങ്ങളാലും തളർന്നു പോയവരെ കണ്ടിട്ട് കർത്താവ് കൈവിട്ടില്ല. അവരോട് മനസ്സലിവ് തോന്നി. എങ്ങോട്ടെന്നറിയാതെ നിസ്സഹായരായി ചിതറിപ്പോയവരെയും കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരെ ചേർത്തണച്ചു. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കർത്താവിന് നിങ്ങളോട് കരുണ തോന്നുകയാണ്. ഏത് പ്രശ്നത്തിൽ അകപ്പെട്ട് അലഞ്ഞും വലഞ്ഞും ആയിരുന്നാലും മനുഷ്യരാരും രക്ഷയ്ക്കായി വന്നില്ലെങ്കിലും യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ മാറോടണയ്ക്കുന്നവനാണ്. നിങ്ങളെ ചിതറിപ്പിച്ച് കളയുവാനും ഒറ്റപ്പെടുത്തി വേദനയിലാക്കി തകർത്ത് കളയുവാനും ശ്രമിക്കുന്നവരുടെ ഇടയിൽ കർത്താവിൻ്റെ കരുണയുള്ള കരത്താൽ ചേർത്തണയ്ക്കും. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. കർത്താവ് ആരെയും തള്ളിക്കളയുന്നവനല്ല. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ പരിപാലിപ്പാൻ ഈ ദൈവം ശക്തനാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവൻ, ഉറ്റവരും സ്നേഹിതരും ഒക്കെ മറന്നാലും മറക്കാത്തവൻ. ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെടലോ വിഷമങ്ങളോ ദിശാബോധമില്ലായ്മയോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു നിങ്ങളെ കാണുന്നുണ്ട്. യേശു നിങ്ങളെ കൈവിടുകയില്ല. അവൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളെ നടത്തേണ്ടുന്ന വഴിയിൽ നയിപ്പാനും സംരക്ഷിപ്പാനും ഈ ഇടയന് കഴിയും.